നമസ്കാരം. ചൈനയുടെ സ്വപ്ന പേടകം ചാങ്ഇ-6 ഭൂമിയിൽ തിരിച്ചെത്തിയത് ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയത്. ചന്ദ്രന്റെ വിദൂര ഭാഗത്തു നിന്നുള്ള ആദ്യത്തെ സാമ്പിളുകൾ തിരികെ കൊണ്ടുവന്ന ചൈന ചരിത്രം തന്നെയാണ് കുറിച്ചത്. ഇപ്പോഴിതാ ചൈനയുടെ ചാങ്ഇ-6 പേടകം തുറന്നിരിക്കുകയാണ് അധികൃതർ. ചന്ദ്രന്റെ വിദൂര വശത്തെ, അതായത് ഭൂമിയിൽ നിന്ന് കാണാനാകാത്ത ഭാഗം, ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണുമായി എത്തിയ ചാങ്ഇ തുറന്നത് വലിയ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. 1935.3 ഗ്രാം ഭാരമാണ് ചാങ്ഇ-6 ശേഖരിച്ച സാമ്പിളുകൾക്കുള്ളതെന്ന് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു കഴിഞ്ഞു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഐറ്റ്കെൻ ബേസിനിൽ നിന്നാണ് ഇത് ശേഖരിച്ചത്. ദൗത്യത്തിന് നേതൃത്വം നൽകിയ ചൈന അക്കാദമി ഓഫ് സ്പേസ് ടെക്നോളജിയിലെ വിദഗ്ധരാണ് ഈ പേടകം തുറന്നതും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചന്ദ്രന്റെ പര്യവേഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിൽ ഇന്ത്യ ചന്ദ്രയാൻ 3 ദൗത്യം സുരക്ഷിതമായി ഇറക്കി മാസങ്ങൾക്കുള്ളിലാണ് ചാങ്ഇ-6ന്റെ തിരിച്ചുവരവ്. ചൈനയുടെ പേടകം തുറക്കുന്നതിനായിട്ട് വിപുലമായ ചടങ്ങും അവർ സംഘടിപ്പിച്ചിരുന്നു. സാമ്പിളുകൾ പഠിക്കുന്നതിനായിട്ട് വിവിധ ലോക രാജ്യങ്ങളെയും ചൈന ക്ഷണിച്ചിരുന്നു. അതേസമയം ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം യുഎസുമായി സഹകരണത്തിന് ചൈന നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നതാണ്. ചൈന അമേരിക്കൻ പോര് മുറുകുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ നീക്കം എന്നതാണ് അനുമാനം. ചന്ദ്രന്റെ രൂപീകരണം, ഭൂമിശാസ്ത്ര ചരിത്രം എന്നിവയെല്ലാം ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ചാങ്ഇ-6ന് സാധിക്കും. ദൗത്യം സമ്പൂർണ്ണ വിജയമായി എന്ന് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ പ്രഖ്യാപിച്ചത് വലിയൊരു തുടക്കം തന്നെയാണ്. ദക്ഷിണ ധ്രുവ ഐറ്റ്കെൻ തടത്തിൽ നിന്ന് ശേഖരിച്ച മണ്ണുമായിട്ടാണ് ചാങ്ഇ-6 ഭൂമിയിലേക്ക് മടങ്ങിയത്. ജൂൺ 2-നാണ് പേടകം ചന്ദ്രനിൽ ഇറങ്ങിയത്. ജൂൺ 4-ന് വീണ്ടും പറന്നുയർന്നു. തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ 13 ദിവസം ചിലവഴിച്ചു. മൊത്തത്തിൽ ചാങ്ഇ-6 ദൗത്യം 53 ദിവസമെടുത്തു. 1959-ൽ സോവിയറ്റ് ലൂണ 3 ബഹിരാകാശ പേടകമാണ് ചന്ദ്രന്റെ വിദൂരവശം ആദ്യമായി ചിത്രങ്ങളിൽ പകർത്തിയത്. ചാങ്ഇ-6ന്റെ മുൻഗാമിയായ ചാങ്ഇ-5 ചന്ദ്രനിൽ ആദ്യത്തെ ചൈനീസ് ദേശീയ പതാക ഉയർത്തിയ ശേഷം 2020-ൽ വിജയകരമായി തിരിച്ചെത്തി. ഏകദേശം 2 കിലോ ലൂണാർ റെഗോലിത്ത് ശേഖരിക്കാനായിരുന്നു ആ യാത്ര. ഈ നേട്ടം ചൈനയെ യുഎസിനും സോവിയറ്റ് യൂണിയനും ശേഷം അക്കാലത്ത് ചാന്ദ്ര സാമ്പിൾ നേടുന്നതിനുള്ള 3ാമത്തെ രാജ്യമായി മാറ്റി. എന്നാൽ അന്ന് വിജയകരമായി തിരികെ കൊണ്ടുവന്നത് എന്താണ് എന്ന് ഇതുവരെ കൃത്യമായി ആർക്കും അറിയില്ല. 2030ഓടെ ബഹിരാകാശത്ത് വമ്പൻ നീക്കങ്ങൾ നടത്താനാണ് ചൈനയുടെ പദ്ധതി. ചൈനയുടെ അഭിലാഷങ്ങൾ വിശാലമാണ് എന്നതും അടിവരയിട്ട് പറയണം. എന്തായാലും 13 കിലോമീറ്റർ ആഴവും 2500 കിലോമീറ്റർ വ്യാസവുമുള്ള 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഒരു അഗാധ ഗർത്തമായ ദക്ഷിണ ധ്രുവ ഐറ്റ്കെൻ ബേസിനായിരുന്നു ചൈനയുടെ അന്വേഷണത്തിന്റെ ലാൻഡിംഗ് സൈറ്റ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തായിരുന്നു ചന്ദ്രയാൻ 3ന്റെ ലാൻഡിംഗ് സൈറ്റ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിന്റെ അഭാവം, അതേപോലെ തന്നെ ഒരു റിലേ ഉപഗ്രഹം ആവശ്യമായി വരുന്നതും പരന്ന ലാൻഡിംഗ് ഏരിയകൾ കുറവുള്ള പരുക്കൻ ഭൂപ്രകൃതിയും കാരണം ചന്ദ്രന്റെ വിദൂര ഭാഗത്തുള്ള ദൗത്യം വെല്ലുവിളി നിറഞ്ഞതാണ്. ചൈനയിലെ ചന്ദ്രദേവതയുടെ പേരിലുള്ള ചാങ്ഇ ചന്ദ്ര പര്യവേഷണ പരിപാടിയിലെ 6ാമത്തെ ദൗത്യമാണ് ഇത്. ചാങ്ഇ-5-ന് ശേഷം സാമ്പിളുകൾ തിരികെ കൊണ്ടുവരുന്ന 2ാമത്തെ രൂപകൽപ്പനയാണിത്. 2030-ന് മുമ്പ് ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഈ ദൗത്യം ആ ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് എന്നതിലും തർക്കമില്ല.